ഹായ്. വെള്ളം കുടിക്കണണ്ട മക്കളെ. ഹലോ സുഹൃത്തുക്കളെ, നമ്മളുടെ ചാനലിലെ മറ്റൊരു യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് എത്തിയിട്ടുള്ളത് അറബിക്കടലിലാണ്. ഇവിടെ പുറകിലായിട്ട് കാണാൻ സാധിക്കും ഗേറ്റ് വേ ഓഫ് ഇന്ത്യ, താജ് ഹോട്ടലൊക്കെ. ഇപ്പോൾ നമ്മൾ അറബിക്കടലിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് പോകേണ്ട സ്ഥലം എലിഫൻ്റ കേവ്സ് എന്ന് പറയുന്ന വളരെയധികം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലൊക്കെ പെട്ടിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ആ സ്ഥലം കാണിക്കാനായിട്ടാണ് നിങ്ങളെ ഞാനിന്ന് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ യാത്രയ്ക്ക് ഇവിടെ നിന്ന് തുടക്കം കുറിക്കുകയാണ്. കാലത്ത് നേരത്തെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഞാനിപ്പോൾ ഉള്ളത് ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസ് CSMT എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ്. സുഹൃത്തുക്കളെ, ഈ റെയിൽവേ സ്റ്റേഷൻ ആദ്യം അറിയപ്പെട്ടിരുന്നത് വിക്ടോറിയ ടെർമിനസ് എന്നായിരുന്നു, അതായത് VT റെയിൽവേ സ്റ്റേഷൻ. ഇന്ന് ഈ റെയിൽവേ സ്റ്റേഷൻ CSMT ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ CSMT റെയിൽവേ സ്റ്റേഷൻ 136 വർഷങ്ങൾക്ക് മുമ്പാണ് നിർമ്മിച്ചത്. അതായത് മെയ് 1888. അന്ന് ഈ റെയിൽവേ സ്റ്റേഷൻ നിർമ്മിക്കാനായിട്ട് ചെലവായ തുക 2013 കോടി രൂപയായിരുന്നു. അപ്പോൾ ഗൈസ്, നമുക്ക് പോകേണ്ടത് എലിഫൻ്റ കേവ്സ് കാണാനായിട്ടാണ്. അപ്പോൾ എലിഫൻ്റ കേവ്സ് കാണാനായിട്ട് നമുക്ക് ഈ CSMT റെയിൽവേ സ്റ്റേഷനിൽ, ഇപ്പോൾ നമ്മൾ ഇറങ്ങിയ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് ഇവിടെ നിന്ന് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലേക്ക് പോകുന്ന ബസ് പിടിക്കേണ്ടി വരും. അപ്പോൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലേക്ക് പോകുന്ന ബസ് പിടിക്കാനായിട്ട് നമ്മൾ എത്തിയിരിക്കുന്നത് ഈ CSMT റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലുള്ള ബസ് സ്റ്റാൻഡിലാണ്. അപ്പോൾ ബസ് സ്റ്റാൻഡിൽ ഇവിടെ കണ്ടോ, ഡബിൾ ഡെക്കർ ബസ്സുകളൊക്കെ ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. എല്ലാം AC ആണ്, ഫുള്ള് ബെസ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. മുംബൈയിൽ മാത്രം സർവീസ് നടത്താനായിട്ട് ഉള്ള ബസ്സുകളാണ് ഇതെല്ലാം. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലേക്ക് ഈ ഡബിൾ ഡെക്കർ ബസ്സിൽ 6 രൂപയാണ് ടിക്കറ്റ്. 220 വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച മറ്റൊരു കെട്ടിട സമുച്ചയമാണ് മുംബൈയിലെ ഏഷ്യാറ്റിക് ലൈബ്രറി. അങ്ങനെ താജ് ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ബസ് ഇറങ്ങുകയായിരുന്നു. അവിടെ നിന്ന് കുറച്ചു നേരം ആ താജ് ഹോട്ടലിൻ്റെ ഭംഗിയും കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം റോഡ് ക്രോസ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള സീഫേസിൽ കുറച്ച് സമയം ചെലവഴിച്ചു. അവിടെ നിന്ന് പിന്നീട് പോയത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ പരിസരത്തേക്കാണ്. നല്ല തിരക്കുണ്ടായിരുന്നു, സൺഡേ ആയതുകൊണ്ട്. ചുരുങ്ങിയ സമയം കൊണ്ട് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഒന്ന് ചുറ്റിക്കറങ്ങിയ ഞാൻ നമ്മളുടെ എലിഫൻ്റ് ഐലൻഡിലേക്ക് പോകാനുള്ള ബോട്ട് കിടക്കുന്ന ബോട്ട് ജെട്ടിയിലെത്തി. ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും 260 രൂപയുടെ ഫെറി ടിക്കറ്റ് എടുത്തതിന് ശേഷം ഞാൻ ബോട്ടിലേക്ക് കയറി. അപ്പോൾ അവിടെ നിറയെ വിദേശ സഞ്ചാരികളെ എല്ലാം കാണാനായിട്ട് സാധിച്ചു. ചൈനക്കാരോ കൊറിയക്കാരോ ജപ്പാൻകാരൊക്കെ ആണെന്ന് തോന്നുന്നു. അതുപോലെ നമ്മളുടെ ലോക്കൽ യാത്രികരും സഞ്ചാരികളൊക്കെ നിറയെ ഉണ്ടായിരുന്നു. അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ ആയിട്ട് നിറച്ച് ബോട്ടുകളും കാണാനായിട്ട് സാധിച്ചു. 10 രൂപ എക്സ്ട്രാ കൊടുത്തതിന് ശേഷം ബോട്ടിന്റെ അപ്പർ ഡെക്കിൽ ഞാനൊരു സ്ഥലം പിടിച്ചു. ഇപ്പോൾ അങ്ങ് ദൂരെയായിട്ട് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും താജ് ഹോട്ടലും ഒക്കെ നമുക്ക് കാണാം. മുംബൈയിലെത്തുന്ന സഞ്ചാരികൾ തീർച്ചയായും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്ന് എലിഫൻ്റ കേവ്സിലേക്കുള്ള ബോട്ട് യാത്ര. മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന ഷിപ്പുകളാണ് ഈ കാണുന്നതെല്ലാം. ആഴക്കടൽ മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന അഡ്വാൻസ്ഡ് ഷിപ്പുകൾ. നമ്മളുടെ ക്യാപ്റ്റൻ അങ്ങനെ എലിഫൻ്റ കേവ്സിലേക്ക് ബോട്ട് സ്മൂത്ത് ആയിട്ട് ഓടിക്കുകയാണ്. ഒരുപാട് വലിയ വലിയ ഷിപ്പുകളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. എലിഫൻ്റ കേവ്സിൽ നിന്ന് സഞ്ചാരികളെയും കൊണ്ട് തിരികെ പോകുന്ന ഒരു ബോട്ടാണ് ആ പോകുന്നത്. ഇവിടെ ചില ഐലൻഡുകളും അങ്ങ് ദൂരെ മുംബൈയുടെ വ്യൂ ഒക്കെ കാണാനായിട്ട് സാധിക്കും. ആ ഐലൻഡുകളെല്ലാം തന്നെ നേവിയുടെ അണ്ടറിലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ എലിഫൻ്റ കേവ്സിന്റെ പോർട്ടിലെത്തിയിരിക്കുകയാണ്. എല്ലാവരും ഇറങ്ങാനുള്ള തിരക്കിലാണ്. അപ്പോൾ നമ്മളും ഈ ബോട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ഗൈസ്. വളരെയധികം അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ബോട്ട് യാത്രയ്ക്ക് ശേഷം അങ്ങനെ നമ്മൾ എലിഫൻ്റ കേവ്സ് ഐലൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ എന്തൊക്കെ കാഴ്ചകളാണ് നമ്മളെ കാത്തിരിക്കുന്നതെന്ന് നമുക്ക് കാണാം. ഇവിടെ ഒരു ടോയ് ട്രെയിൻ ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും ഈ ടോയ് ട്രെയിനിൽ കയറിയിട്ട് എലിഫൻ്റ കേവ്സിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. വെറും 20 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ടിക്കറ്റ്. എന്നാലും നമ്മൾ ആ ടോയ് ട്രെയിനിൽ കയറണില്ല. ഒരുപാട് നേരം കാത്തു നിൽക്കേണ്ടി വരും. മാത്രമല്ല നമുക്ക് ടോയ് ട്രെയിൻ പോകുന്നത് ഷൂട്ട് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ടോയ് ട്രെയിൻ തിരഞ്ഞെടുക്കാതിരിക്കാൻ കാരണം. അങ്ങ് ദൂരെയായിട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽപ്പാലമായ അടൽ സേതു നമുക്ക് കാണാം. മുംബൈ ഹാർബറിൽ നിന്ന് 10 കിലോമീറ്റർ കിഴക്കായിട്ടാണ് കേട്ടോ ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്.
ഇന്ത്യയിലെ ഏറ്റവും വലിയ പോർട്ടായ ജവഹർലാൽ നെഹ്റു പോർട്ട് ട്രസ്റ്റിന് 2 കിലോമീറ്റർ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് കേട്ടോ ഈ എലഫന്റ കേവ്സ് ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത്. അഥവാ ഇനി ആർക്കെങ്കിലും ഇവിടെ സ്റ്റേ ചെയ്യണമെങ്കിൽ MTDCയുടെ ഒരു റിസോർട്ടും ഇവിടെ ഉണ്ട്. കരകൗശല വസ്തുക്കളുടെ ഒരു മാർക്കറ്റാണ് ഇത്. പോർച്ചുഗീസുകാർ നിർമ്മിച്ച പീരങ്കിയാണ് കേട്ടോ. പോർച്ചുഗീസുകാർ ആണ് ആദ്യം ഈ ഐലൻഡ് കീഴടക്കിയത്. അതിനു മുമ്പ് നമ്മുടെ ഇന്ത്യയിലത്തെ രാജാക്കന്മാരായിരുന്നു ഈ ഐലൻഡിൽ ഭരണം നടത്തിയിരുന്നത്. ഈ കാണുന്ന പീരങ്കി ഏകദേശം 100 ചില്ലാൻ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ സ്ഥാപിച്ചതാണ്. ഇവിടെ അടിയിലായിട്ട് തന്നെ ഒരു കുഴിയുണ്ട്, ഒരു കിടങ്ങ് ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ പീരങ്കിക്ക് ആവശ്യമായിട്ടുള്ള സ്ഫോടക വസ്തുക്കളൊക്കെ ശേഖരിച്ച് വെക്കാനുള്ള സ്ഥലമായിരുന്നു എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിയിലേക്ക് നമുക്കൊന്ന് പോയിട്ട് കാണാം എന്തൊക്കെയാണ് അവിടെ ഉള്ളതെന്ന്. ഭയങ്കര ഇരുട്ടാണെന്നാണ് പറഞ്ഞത്. നമ്മളിവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു അതിഥീനെ കാണാനായിട്ട് സാധിച്ചു. ഒരു പ്രത്യേക തരത്തിലുള്ള ഓന്ത്. ഇനി നമുക്ക് ഈ അടിഭാഗത്തേക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, അക്കാലത്ത് ഇന്ത്യയിൽ ഏറ്റവും അപകടകാരികളായിട്ടുള്ള തടവ് പുള്ളികൾ അഥവാ നമ്മളുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെ നാടുകടത്തി തടവിൽ പാർപ്പിച്ചിരുന്ന സെല്ലുകളൊക്കെ ഈ ടണലിനുള്ളിൽ കാണാം. അതുപോലെ സ്ഫോടക വസ്തുക്കളൊക്കെ ശേഖരിച്ചു വെച്ചിരുന്ന സ്ഥലങ്ങളുമുണ്ട്. പിന്നെ ഏറ്റവും അപകടകരമായിട്ടുള്ള യുദ്ധ സാഹചര്യങ്ങളിൽ ഒളിച്ചിരിക്കാനൊക്കെ പറ്റുന്ന ടണലുകളായിരുന്നു അക്കാലത്ത് ഇതെല്ലാം തന്നെ. ഒരുപാട് അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു ട്രക്കിങ് നിങ്ങളിവിടെ കാത്തിരിപ്പുണ്ട്. ഇവിടെ ഗൈസ് ഇങ്ങനെ കുത്തായിട്ടുള്ളൊരു കയറ്റമാണ്. അപ്പം നമുക്കിതൊന്ന് കയറി അങ്ങോട്ട് കിടക്കാം. ഇതിലിങ്ങനെ കയറി കഴിയുമ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ ഇവിടെ തെന്നു കേട്ടോ, സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ വേരുകളൊക്കെ ഉള്ള റോഡാണ്. വേരുകളിലൊക്കെ പിടിച്ചിങ്ങനെ കയറാം. നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആട്ടോ അവിടെ. ഇവിടെ പുറകിലായിട്ട് കാണാനായിട്ട് സാധിക്കോട്ടാ. ഇത് ജവഹർലാൽ നെഹ്റു ഇൻ്റർനാഷണൽ പോർട്ട് ട്രസ്റ്റ് JNPT എന്ന് പറയുന്ന പോർട്ടാണ് ഇവിടെ നിങ്ങൾ ഈ കാണുന്നത്. ഇപ്പുറത്തെ ഭാഗത്തായിട്ട് അടൽ ബിഹാരി വാജ്പേയി പാലം, ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽ പാലമാണ് അപ്പുറത്തുള്ളത്. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ മല ഇറങ്ങിയിട്ട് അടിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടിയിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അടിയിലോട്ടല്ല, എവിടെയാണ് ഗുഹാക്ഷേത്രങ്ങളുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വാനരന്മാർ ഒരുപാടുള്ള ഭാഗമാണിത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ കയ്യിലുള്ള വിലപിടിപ്പുള്ള വസ്തുക്കളും ക്യാമറയും മറ്റും ഒക്കെ ശരിക്കും പിടിച്ചിട്ട് വേണം ഈ ഭാഗത്തൂടെ യാത്ര ചെയ്യാൻ, അല്ലെങ്കിൽ തട്ടിപ്പറിച്ചു കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. ഗുഹാക്ഷേത്രങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് മറ്റൊരു ടിക്കറ്റ് കൗണ്ടർ കൂടി നമുക്കിവിടെ കാണാം. അവിടെ നിന്ന് 40 രൂപയുടെ ടിക്കറ്റ് എടുത്തതിന് ശേഷം മാത്രമേ ഈ പ്രധാന ഗുഹകളിലേക്ക് നമുക്ക് എൻട്രി ഉള്ളൂ. എലഫന്റ കേവുകളിൽ പാറയിൽ വെട്ടിയ ശില്പങ്ങളാണ് കാണാനായിട്ട് സാധിക്കുക. ബസാൾട്ട് പാറയിൽ നിന്നാണ് ഇതെല്ലാം വെട്ടി നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടുത്തെ മിക്ക കലാസൃഷ്ടികളും വികൃതമാക്കപ്പെടുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ട്. നൃത്തത്തിൻ്റെ പ്രഭുവായ നടരാജ വിഗ്രഹമാണ് ഈ കാണുന്നത്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഉപകരണങ്ങളൊന്നും ഇല്ലാതെ ഇത്രയും മികച്ച രീതിയിൽ ഈ ശില്പങ്ങൾ തയ്യാറാക്കിയ ശില്പികൾ വളരെയധികം അനുമോദനം അർപ്പിക്കുന്നുണ്ട്. ഇവിടുത്തെ കൊത്തുപണികളെല്ലാം ഹൈന്ദവ പുരാണങ്ങളെ വിവരിക്കുന്നതാണ്. 5-ാം നൂറ്റാണ്ടിനും 7-ാം നൂറ്റാണ്ടിനും ഇടയിൽ നിലനിന്നിരുന്ന ഏതോ ഹിന്ദു രാജവംശമാണ് ഈ ദ്വീപിലെ ശില്പങ്ങൾ നിർമ്മിച്ചതെന്നാണ് കരുതപ്പെടുന്നത്. ഇവിടെ അകത്തേക്ക് കടന്നു വരുമ്പോൾ ഒരു ശിവലിംഗം ഇവിടെ കാണാനായിട്ട് സാധിക്കും. യോഗീശ്വര വിഗ്രഹമാണ് മറ്റൊരു പ്രധാന ഹൈലൈറ്റ്. ഈ ദ്വീപിലെ ഗുഹാക്ഷേത്രങ്ങളിൽ ആനയുടെ ശില്പം കണ്ടെത്തിയത് പോർച്ചുഗീസുകാരാണ്. അങ്ങനെയാണ് ഈ ഘാരാപൂരി എന്ന ഐലൻഡിന് എലഫന്റ കേവ്സ് എന്ന പേര് പോർച്ചുഗീസുകാർ നൽകുന്നത്. ഏകശിലയിൽ തീർത്ത സദാശിവ വിഗ്രഹം ഇത് ഞാൻ പല ചിത്രങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. നേരിട്ട് കണ്ടപ്പോൾ ഉണ്ടല്ലോ ആ ഒരു അത്രയും വലിയ ആ ഒരു ശില്പം, ഇതിങ്ങനൊരു കാഴ്ച എന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്നതായിരിക്കും. ഇന്ത്യൻ ഉപദ്വീപിലേക്കുള്ള ഒരു നാവിക താവളമായിട്ടാണ് പോർച്ചുഗീസുകാർ പിന്നീട് ഈ ദ്വീപിനെ മാറ്റിയത്. അതിനു മുമ്പ് ഇതൊരു ശിവക്ഷേത്രമായിട്ട് പ്രവർത്തിച്ചു പോന്നിരുന്നു. തുടർന്ന് വിഗ്രഹങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുകയും വിഗ്രഹാരാധനയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തു. 1909 ബ്രിട്ടീഷുകാർ ഈ ദ്വീപ് ഏറ്റെടുക്കുകയും ശില്പങ്ങൾ സംരക്ഷിക്കാനുള്ള നടപടികൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. 1970 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ ശില്പങ്ങൾ പുനഃസ്ഥാപിക്കുകയും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ ഈ സൈറ്റ് കൊണ്ടുവരികയും ചെയ്തു. ഭയങ്കര
ചൂടാണ് ഇവിടെ. അപ്പോൾ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം പുറത്തേക്ക് വന്നിരിക്കുകയാണ്. വെള്ളം എടുക്കാനുള്ള തിരക്കാണ് ഇവിടെ പുറകിലായിട്ട് കാണാൻ സാധിക്കുക. ഇവിടെ കുടിവെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനറൽ വാട്ടർ ഇതിൻ്റെ ഉള്ളിൽ കിട്ടില്ല. ഇവിടെ കുടിക്കാനായിട്ട് ഗവൺമെൻറ്റിൻ്റെ വക ടാപ്പുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വെള്ളം ശേഖരിക്കാനുള്ള തിരക്കാണ് ഈ പുറകിൽ കാണുന്നത്. ഉള്ളിൽ 2 കേവുകളിലാണ് പ്രധാനമായിട്ടും കാണാനുള്ള കാഴ്ചകളുള്ളത്. അതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇനി ഇവിടെ അധികം നേരം ഇനി നിൽക്കേണ്ടതിൻ്റെ ആവശ്യമില്ല. ഇവിടെ ചുറ്റുപാടും നിറച്ച് കടകളാട്ടോ, സോവനീറുകളും പല പല പ്രത്യേകതരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. മാലകൾ, ഫോട്ടോകൾ, ഒരുപാട് ഐറ്റംസ്, നിറയെ ഡ്രസ്സുകളുടെ കടയുണ്ട്. അതുപോലെ ട്രോഫി, ഭക്ഷണം കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റ് എല്ലാം ഉണ്ട് കേട്ടോ. ഒരു വലിയ പൂരത്തിന് വന്ന പോലെ തോന്നുന്നുണ്ട്. ഇവിടെയുള്ള എല്ലാ കച്ചവട സ്ഥാപനങ്ങളും ഈ ദ്വീപ് നിവാസികളുടേതാണെന്ന കാര്യം ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളെ ആശ്രയിച്ചാണ് ഈ ദ്വീപിലെ എല്ലാ താമസക്കാരും ജീവിക്കുന്നത്. ഇവിടെ നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്, ഈ എലഫൻ്റ ഹിൽസിലെ ഒരു റെസ്റ്റോറൻറ്റിൽ. അപ്പോൾ നമ്മൾ ബില്ലടച്ചു, ഭക്ഷണം കിട്ടിയിട്ടില്ല. അപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. ചോറ്, 2 ചപ്പാത്തി, 3 തരം കറികൾ, ഒരു പപ്പടം, ഇതാണ് നമുക്കിവിടെ ലഭ്യമായത്. വെജ് താലി വന്നു, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാം കഴിച്ചിട്ട് പറയാട്ടോ. അങ്ങനെ ഭക്ഷണമൊക്കെ ആസ്വദിച്ച് കഴിച്ചതിന് ശേഷം ഈ എലഫൻ്റ കേവ്സിൽ നിന്ന് നമ്മൾ യാത്രയാവുകയായിരുന്നു. അങ്ങനെ ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ച എലഫൻ്റ കേവ്സ് മുംബൈ ടൂർ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ ബൈ, സീ യു അഗൈൻ. ജയ് ഹിന്ദ്.